യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സോമസുന്ദരത്തിന്റെ കെമിക്കൽ കമ്പനിയെ കുറിച്ചുള്ള സർവ്വ വിവരങ്ങളും എനിക്കറിയണം. അല്ല മാഡം, അത് എനിക്ക് ഉറപ്പാണ് മിസ്റ്റർ കുര്യൻ, അതൊരു ബിനാമി കമ്പനി. ആ കമ്പനിയുടെ പിന്നിൽ ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം. നിങ്ങൾക്കതിനെക്കുറിച്ച് വല്ലതും അറിയോ? അയ്യോ മാഡം, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ കെമിക്കൽ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തത് നിങ്ങളാണോ? അല്ല മാഡം. പിന്നാരാ? അത് പവിത്രൻ സാറാ. അതെ മാഡം, ആ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ പവിത്രൻ സാറാ വെരിഫൈ ചെയ്തത്. അത് മതി. ഇനി കുര്യൻ പോക്കോ. 1 മണിക്കൂറിനകം ഈ കമ്പനിയുടെ രേഖകളിലുള്ള എല്ലാ വിവരങ്ങളും ഒരു പെൻഡ്രൈവിൽ എനിക്ക് കിട്ടണം. മനസ്സിലായല്ലോ? ശരി മാഡം. പൊക്കോ. ഞാൻ അമ്മയെ ഫോണിൽ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ കിട്ടിയില്ല. സോറി അമ്മേ. അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ചില കമ്പനി കാര്യങ്ങളുണ്ടായിരുന്നു. അതാ ഞാനിപ്പോ സമയവും കാലവും നോക്കാതെ. രൂപേഷ് മോൻ എവിടെ? രൂപേഷേട്ട മുറിയിലുണ്ടമ്മേ. അമ്മേ, അർജന്റായിട്ട് കമ്പനിയിൽ ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് വിളിക്കണം. ഈ മാസമല്ലേ ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടന്നത്? ഒരു മാസം 2 ഡയറക്ടർ ബോർഡ് മീറ്റിംഗോ? എമർജൻസി ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ഒന്നും ഇല്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അമ്മേ, കമ്പനിയില് പതിവിൽ വ്യത്യസ്തമായ ഒരു തീരുമാനം എടുക്കുമ്പോ ഡയറക്ടർ ബോർഡ് കൂടി അനുവാദം വാങ്ങുന്നതല്ലേ നല്ലത്? അതങ്ങനെ തന്നെയാ നല്ലത്. അതാണ് അതിന്റെ പ്രൊസീജിയർ. കമ്പനിയില് ചില സാമ്പത്തിക ഇടപാടുകളിൽ ക്ലാരിറ്റി കുറവുണ്ടമ്മേ. ചെറിയ ഇടപാടുകളുടെ കാര്യത്തിലല്ല, വൻ തുകകളുടെ ഇടപാടുകളിൽ കോടിക്കണക്കിന് രൂപയാ ശരിയായ ഗ്യാരണ്ടികളുടെ അഭാവത്തിൽ ഡീലിംഗ് നടന്നിരിക്കുന്നത്. വ്യക്തമായ തെളിവുകളുമായിട്ടാ ഞാനിപ്പോ അമ്മയുടെ അടുത്തിരിക്കുന്നത്. ദാ ദാ അതെ, ആരാ ഈ സോമസുന്ദരം? അയാളുടെ കെമിക്കൽ കമ്പനിക്കാണല്ലോ ഈ ഫേക്ക് ഡോക്യുമെന്റ്സിന്റെ പ്രോബ്ലം നിലനിൽക്കുന്നത്. ഏതായാലും ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് വെക്കാൻ ഏർപ്പാട് ചെയ്യാൻ. ശരി അമ്മേ. ബാക്കി കാര്യങ്ങളൊക്കെ അതിനുശേഷം ചർച്ച ചെയ്യാം. ശരി അമ്മേ. മാസമല്ലേ ഒരു ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടന്നത്.
ഒരു മാസം 2 ഡയറക്ടർ ബോർഡ് മീറ്റിംഗോ? ആ കെമിക്കൽ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തത് നിങ്ങളാണോ? അല്ല മാഡം, പിന്നാരാ? അത് പവിത്രൻ സാറാ. ദർശന, ദർശനെ. ആ രൂപേഷേട്ടാ. കൊള്ളാം. എന്റെ ദർശന ഇവിടെ വന്ന് നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുകയാണോ? അല്ല, നക്ഷത്രങ്ങൾ എന്താ ദർശനയോട് പറഞ്ഞത്? അതോ, അത് ദേ ആ കാണുന്ന നക്ഷത്രമില്ലേ, അതെന്നോട് പറയാ. അത് പറയുവാ. പറയേ, പെട്ടെന്ന് പറ. അത് പറയുവാ. പറ. അങ്ങനെ ഇപ്പൊ കേക്കണ്ട. ദർശനെ ഒന്ന് പറ. ദർശനെ പറയണോ? ദേ ആ നക്ഷത്രം എന്നോട് ചോദിക്ക, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ നാളായില്ലേ, ഇനി എന്നാ? പറ, ബാക്കി പറ ദർശനെ. ആ നക്ഷത്രങ്ങള് എന്താ ചോദിച്ചത്? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, ഇനി എപ്പോഴാ? പറ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, ഇനി എന്നാ IPS കാരി ആവുന്നെന്ന്. ഇതായിരുന്ന അല്ല, രൂപേഷേട്ടൻ എന്താ ഉദ്ദേശിച്ചേ? ആ നക്ഷത്രത്തിന്റെ പേരെ നഗലം പോലീസാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ദേ രൂപേഷേട്ടാ, അയ്യോ അടിക്കല്ലേ. അവിടെ നിൽക്കാൻ. രൂപേഷേട്ടാ, രൂപേഷേട്ടാ. അയ്യോ വേണ്ട, ചുമ്മാ പറഞ്ഞതാ. വാ. വേണ്ട. രൂപേഷേട്ടാ, ചെലപ്പോ രൂപേഷേട്ടൻ പറഞ്ഞത് സത്യമായിരിക്കും. മരിച്ചുപോയവരൊക്കെ ബന്ധുക്കളെ കാണാൻ വേണ്ടി ആകാശത്ത് നക്ഷത്രങ്ങളായി തിളങ്ങി നിൽക്കുന്നു എന്നാ പറയാറ്. അങ്ങനെയാണെങ്കിൽ ആ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം എന്റെ അച്ഛൻ തന്നെയായിരിക്കും. നമ്മൾ തമ്മിലുള്ള സ്നേഹം കണ്ട് പാവം സന്തോഷിക്കുന്നതിന്റെ തിളക്കം അത്. ദർശനെ, വെറുതെ ഒന്നും മഞ്ഞ കൊണ്ട് പനി ഉണ്ടാക്കി വെക്കണ്ട. ആകാശത്ത് നിന്ന് ഇതെല്ലാം കാണുന്ന നഗലം പോലീസ് എന്നെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത്. ഇനിയേ അമ്മാവന്റെ ഇടി കൊള്ളാൻ എനിക്ക് വയ്യ. വാ.